ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി.ജെ.പി. നേതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സ്വാഗതം. ഇവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നാടൊന്നാകെ ഒരുങ്ങിക്കഴിഞ്ഞു. അയോധ്യ മാത്രമല്ല, ഭാരതം മാത്രമല്ല, ലോകമെങ്ങുമുള്ള ഹൈന്ദവ വിശ്വാസികളെല്ലാം, ഭക്തമാനസങ്ങളെല്ലാം ആ ഒരു അസുലഭ നിമിഷത്തിനായി, ആ ഒരു പുണ്യ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഒരുക്കങ്ങളൊക്കെയും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നാളെയാണ് ആ ഒരു സുദിനം. ഈ ഒരു അനർഘ നിമിഷത്തെ എങ്ങനെ സ്വാഗതം ചെയ്യുന്നു താങ്കൾ? 2 പ്രാവശ്യമാണ് അയോധ്യ ഉത്സവ ആഘോഷങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയത്. ആദ്യം ശ്രീരാമൻ്റെ പട്ടാഭിഷേക സമയത്താണ്. അത് കഴിഞ്ഞ് ഹലോ, കേൾക്കാൻ പാടില്ലേ? കേൾക്കാം. അത് കഴിഞ്ഞ് ഹലോ കേൾക്കാം. അത് കഴിഞ്ഞ് വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് രണ്ടാമത് അണിഞ്ഞൊരുങ്ങുന്നത്. അതിനുശേഷം പിന്നെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ശ്രീരാമ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയാണ്. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, അയോധ്യ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ അയോധ്യയായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലെയും ക്ഷേത്രങ്ങൾ, എല്ലാ തരത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളും പരിസര പ്രദേശങ്ങളുമെല്ലാം ശുചിയാക്കിക്കൊണ്ട് ആ ശുചിത്വമായ അന്തരീക്ഷത്തിൽ രാമവിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സവിശേഷത. അപ്പോൾ ഈ അർത്ഥത്തിൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കാരണം ഇന്ത്യ മുഴുവനുമാണ് അണിഞ്ഞൊരുങ്ങി ആഘോഷത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നത്. ഇതിനു മുൻപ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയും അങ്ങനെ ഒരു എല്ലാ ഈ രാജ്യത്തുള്ള മുഴുവൻ പ്രതിഭാസങ്ങളും പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു ഒരുക്കം ഉണ്ടായിട്ടില്ല. നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ഇതിൻ്റെ മുന്നോടി എന്ന നിലക്ക് എല്ലാ പ്രമുഖമായ ക്ഷേത്രങ്ങളും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വ്രതം നോറ്റ് പഴയ സങ്കല്പപ്രകാരം നിലത്ത് ഒറ്റപ്പായിൽ കിടന്ന് ഉറക്കം ചെയ്ത് അതിനു വേണ്ട അനുഷ്ഠാനങ്ങളെല്ലാം പരിപാലിച്ച് വളരെ കൃത്യമായ നിഷ്ഠയോടുകൂടിയാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ അദ്ദേഹം പങ്കാളിയാകുന്നത്. ഇത് പലപ്പോഴും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പറയുന്നൊരു കാര്യം, അദ്ദേഹം ഇത് ഒരു BJP പരിപാടിയാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ്. അതൊരു ദുരാരോപണമാണ്. എന്താ വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീരാമക്ഷേത്ര നിർമ്മിതിയിൽ അതിൻ്റെ കാര്യങ്ങളിൽ BJPക്ക് നേരിട്ട് ഒരു പങ്കുമില്ല എന്നുള്ളതാണ് വസ്തുത. ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശിച്ച ഒരു ട്രസ്റ്റാണ്. അതിലൊരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമായ ഒരു കാര്യം, സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ അത്രയും കാലം വാൽമീകി രാമായണത്തിലും മറ്റ് രാമായണങ്ങളിലൂടെയും അറിയപ്പെട്ടിരുന്ന രാമജന്മഭൂമിയായ അയോധ്യ നിയമപരമായ തന്നെ രാമൻ്റെ ജന്മഭൂമിയാണ് ആ അയോധ്യ എന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷത്തിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് കോടതി വഴിയേ പറ്റൂ എന്നുള്ളതും ഒരു വസ്തുതയാണ്. അതായത് കോടതി, ഈ രാജ്യത്തെ നീതിന്യായ പീഠം, പരമോന്നത നീതിന്യായ പീഠം എല്ലാ വസ്തുതകളും പരിശോധിച്ചതിന് ശേഷം പറയുന്നു, ഈ അയോധ്യ ശ്രീരാമൻ്റെ ജന്മസ്ഥാനമാണ്. ആ ജന്മസ്ഥാനത്ത് ശ്രീരാമൻ്റെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ശ്രീരാമൻ്റെ ജന്മസ്ഥാനം അയോധ്യയാണ് എങ്കിലും രാമായണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളില്ലാത്ത പ്രദേശങ്ങൾ ഇന്ത്യയിലില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലായിടത്തും അതുണ്ട്. കേരളത്തിൽ വയനാട്ടിൽ
സീതയ്ക്കും ലവകുശന്മാർക്കും വേണ്ടി ഒരു ക്ഷേത്രമുണ്ട്. അതെ, വയനാട് പുൽപ്പള്ളിയിൽ. ദശരഥന്റെ 4 പുത്രന്മാർക്കും വേണ്ടി ക്ഷേത്രമുണ്ട്. 4 പുത്രന്മാർക്കും വേണ്ടിയും ക്ഷേത്രമുണ്ട്. അതാണ് നാലമ്പല ദർശനം എന്ന നിലക്ക് വരുന്നത്. ഇത് ഈ ശ്രീരാമക്ഷേത്രങ്ങളും ലക്ഷ്മണ ക്ഷേത്രങ്ങളും ഭരതക്ഷേത്രങ്ങളും ഒക്കെ ഉള്ള ഈ നമ്മുടെ ഇതിൽ ഹനുമാൻ ക്ഷേത്രങ്ങൾ, സീതാക്ഷേത്രങ്ങൾ, അങ്ങനെ രാമായണത്തിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നവരെ എല്ലാം ദേവീ ദേവന്മാരായി ആചരിക്കുകയും ആഘോഷിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട്. അതിലെല്ലാവരും പറയുന്നത് ഇപ്പം ജഡായു പാറ എന്ന് പറഞ്ഞാൽ ജഡായു അവിടെ വന്നിരുന്നിട്ടുണ്ട് എന്നാണ്. എല്ലാ പ്രദേശത്തും രാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും എല്ലാം ബന്ധപ്പെടുത്തിയ സ്ഥലങ്ങളില്ലാത്ത ഒരു പ്രദേശം പോലും ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഭാരതം ഒന്നാകെ ഈ ഒരു പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ അത്രത്തോളം ആഘോഷമാക്കുന്നതല്ലേ?